ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ട്. സത്യം ശിവസുന്ദരം എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു. അതിന്റെ ആൻസർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്മി സാറ ഉണ്ണി സീറ്റിന്റെയും അത് കറക്റ്റ് ആൻസർ ആണ്. അത് വിട്ടേക്കും. പ്രശ്നം അതല്ല. ഇപ്പൊ നമ്മൾ അയാന്റെ ക്വസ്റ്റ്യൻ ആണ് പിൻ ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുക. നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല ഈ വരിയുള്ള കിട്ടിയോള്. റോങ്. അക്ക അണ്ണ സാപ്പിട്ടില്ലേ. വിധവ കാരണം ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എവിടെയാണെന്ന് അറിയാൻ കഴിയില്ലല്ലോ. പക്ഷെ അദ്ദേഹം മരിച്ചാൽ അവൾക്ക് ഉറപ്പായും അറിയാം. അല്ല എനിക്കത് ഹബീബ് അല്ലെങ്കിൽ ഞാൻ പറയില്ലേ ഹബീബ് എവിടെയെങ്കിലും പോയി ആൻസർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഇതുവരെ സാപ്പിടല്ല. ലൈവ് പൊടിച്ചதுக்கு அப்புறம் சாப்பிடும். நீங்க சாப்பிடாச்சா? ഇവളെ പറ്റിച്ചു കേട്ടാ. ചീനി ഉണ്ടാക്കി ചീനി ഉണ്ടാക്കി വെച്ചില്ല. എന്റെ അടുത്ത് പറഞ്ഞു ഉണ്ടാക്കണ്ടെന്ന് പറ. അതുപോലെയാണ് എല്ലാം ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഐശ്വര്യ പ്രൈസ് തരണം. ഐശ്വര്യയുടെ ഐശ്വര്യ മാറ്റിട്ടാണോ പ്രേമ സിനിമയിൽ ഒഴിക്കത്തില്ലേ? എന്താ പേര്? ഐശ്വര്യ മാരീഡ് ആണോ? നേരത്തെ ലൈക്ക് ഓക്കെ രണ്ടോട്ട് ലൈക്ക് ചെയ്യണ്ട, ഒരു ലൈക്ക് ചെയ്താൽ മതി. ഹബീബ് തന്നെ ഈ ഐഡിയ ഉപയോഗിക്കുന്നത് മനസ്സിലായി. കാരണം ഹബീബാണ് ഇങ്ങനെയുള്ള ആൻസറെല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. മീശയ്ക്ക് ചീനിയാണോ ഫേവറേറ്റ്? ചീനി കൊള്ളാം, ഇവിടെ നിന്ന് കഴിക്കാൻ രസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഐശ്വര്യ ഞാൻ അങ്ങനെ വെച്ചാൽ ഞാനൊരു സിനിമ ഡയലോഗ് പറഞ്ഞു. അതായത് നമ്മുടെ പ്രേമ സിനിമയില് ലാസ്റ്റ് നമ്മുടെ ഷറഫുദ്ദീൻ നിവിൻ പോളിയുടെ കോഫി ഹൗസിൽ കേക്ക് കഴിക്കാൻ വേണ്ടി പോകത്തില്ലേ? അപ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ഒരു വെയിറ്റർ ഗേൾ വരുമ്പോഴത്തേക്ക് ചോദിക്കും എന്താ പേരെന്ന് ചോദിക്കുക. കുറെ ഐശ്വര്യ എന്ന് പറയും. അപ്പൊ ഷറഫുദ്ദീൻ ചോദിക്കാനുള്ളൂ അതുപോലെ ഐശ്വര്യ മാരീഡ് ആണോ എന്ന് പറഞ്ഞ് ആ ഒരു ജസ്റ്റ് ഒന്ന് ഓർത്തപ്പോഴത്തേക്ക് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ചുമ്മാ ലൈവ് കേട്ടോ, ഞാൻ പയ്യെ പറഞ്ഞു കേട്ടോ. പൊങ്കാല ഇപ്പൊ എല്ലാ ദിവസവും ഉണ്ട് പൊങ്കാല. അത് കുഴപ്പമില്ല, ശീലമായി. ഐശ്വര്യ സ്ഥലം കമന്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, സ്ഥലം ഒന്ന് പറയാ ഐശ്വര്യ. അതുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യൻ ഇടാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഇട്ടോ കേട്ടോ. വെള്ളം പെട്ടെന്ന് നിറയുന്ന ഒരു മുറിയിലാണെന്ന് സങ്കല്പിക്കുക. ജനലുകളോ വാതിലുകളോ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ പുറത്തു കടക്കാൻ കഴിയും? എല്ലാവർക്കും സുഖമാണ് ഹബീബ്. എല്ലാവർക്കും സുഖമാണ്. ഹബീബ് അവന്റെ സ്വന്തം ഐഡിയിലോട്ട് എത്തിയിട്ടുണ്ട്. വയനാട്ടിലെവിടെയാണ്? ക്വസ്റ്റ്യൻ പിൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനോട് ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ വായിക്കാം. കാണാൻ പറ്റുന്നില്ല. വായിക്കട്ടോ? വായിച്ചോ. വെള്ളം പെട്ടെന്ന് നിറയുന്ന ഒരു മുറിയിലാണെന്ന് സങ്കല്പിക്കുക. ജനലുകളോ വാതിലുകളോ ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ പുറത്ത് കിടക്കാൻ കഴിയും? ഇതാണ് ക്വസ്റ്റ്യൻ. സങ്കല്പിക്കാതിരുന്നാ പോലെ നമ്മളെ ആൻസർ മലയാളത്തിൽ അർത്ഥം വായിക്കാനുള്ളത്. അപ്പൊ ആൻസർ ആണ് ക്വസ്റ്റ്യൻ. ഗൂഗിളാണല്ലേ കറക്റ്റ് ആണോ? മുഹമ്മദ് അയാൻ കറക്റ്റ് ആണോ ആൻസർ? ഇപ്പൊ അല്ല, ഇത്ര നാളെ അയാൻ രാജാവായിട്ട് നിൽക്കുകയായിരുന്നു. ഹബീബ് വന്നപ്പോഴത്തേക്ക് അയാൻ ഒത്ത പോരാളിയാണല്ലേ ഹബീബ്. ആൻസർ വന്നടേ സ്പോട്ടിലാണ്. അതാണ് ഇതിന് KGF ഡയലോഗ് ഉണ്ടല്ലേ? ഡയലോഗ് ഉണ്ടല്ലേ? പറ. സങ്കല്പം എന്റെ നിഘണ്ടുവിലില്ല. അയാൻ ഇതായിരിക്കും പറയുന്നത്. എനിക്ക് എന്റെ ആൻസർ തന്നെ വേണം. അതായിരിക്കും അവന്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനുള്ള മിക്കവാറും. ഐശ്വര്യ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല കേട്ടോ. ഐശ്വര്യ ലൈവ് ഉണ്ടെങ്കിൽ പറയണേ എന്ത് ചെയ്യുന്നു. സത്യമാണ്ട്രാ, അയാളെ ഒരു നല്ലൊരു എതിരാളിയാണ്. അയാളെ അവന് ചില സമയത്ത് അവന്റെ ആൻസർ തന്നെ വേണം. അഭിവേ നിനക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കേട്ടോ. ഇരുന്നാ പോലെ എന്നുള്ളതാണ് അസിജിനെ ആൻസർ. നീ കണ്ടില്ലായിരുന്നോ? തൊടാതെ എന്താണ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയും?